എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മനോഹരമായ കഥയാണ്. നജീബ് മഹ്ഫൂസ് എഴുതിയ ഹാഫ് എ ഡേ. കഥയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങളെന്ത് വിചാരിക്കുന്നു? ഒരു ദിവസത്തിന്റെ പകുതി അല്ലേ? പക്ഷേ ഈ കഥ അങ്ങനെയല്ല. വളരെ രസകരമായൊരു കഥയാണിത്. നമുക്ക് തുടങ്ങാം. കഥ തുടങ്ങുന്നത് ഒരു ചെറിയ കുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. അവൻ അവന്റെ അച്ഛന്റെ കൂടെ നടന്നു പോവുകയാണ്. അവൻ അച്ഛന്റെ വലതു കൈയിൽ മുറുകി പിടിച്ചിട്ടുണ്ട്. അച്ഛൻ വലിയ ചുവടുകൾ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി എന്തു ചെയ്യുകയാണ്? അച്ഛന്റെ കൂടെ എത്താൻ വേണ്ടി അവൻ ഓടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ കൂടെ പോകുമ്പോൾ എങ്ങനെ ഓടാറുണ്ടോ? അവന്റെ വസ്ത്രങ്ങളെല്ലാം പുതിയതായിരുന്നു. അവൻ പുതിയ കറുത്ത ഷൂസ് ഇട്ടിട്ടുണ്ട്. പച്ച നിറത്തിലുള്ള സ്കൂൾ യൂണിഫോമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. പിന്നെ തലയിലൊരു ചുവന്ന തൊപ്പിയുമുണ്ട്. അതിനെ തർബൂഷ് എന്നാണ് പറയുന്നത്. പുതിയ ഉടുപ്പൊക്കെ ഇട്ടപ്പോൾ അവന് സന്തോഷം തോന്നി. പക്ഷെ ആ സന്തോഷം ഒരു പൂർണ്ണമായ സന്തോഷമായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം അത് ഒരു ആഘോഷ ദിവസമല്ലായിരുന്നു. അവനെ ആദ്യമായി സ്കൂളിലേക്ക് അയക്കുന്ന ദിവസമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് പേടിയും സങ്കടവുമൊക്കെ ഉണ്ട്. അവന്റെ അമ്മ ജനലിന്റെ അരികിൽ നിന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടെ അമ്മയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തിനായിരിക്കും അവൻ അമ്മയെ നോക്കുന്നത്? രക്ഷിക്കണേ എന്നുള്ളൊരു നോട്ടമാണത്. എന്നെ സ്കൂളിൽ കൊണ്ടുപോകല്ലേ എന്നവൻ അമ്മയോട് പറയാതെ പറയുകയാണ്. അവർ നടന്നു പോകുന്ന വഴിയുടെ ഇരുവശത്തും പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു. അവിടെ ധാരാളം കൃഷിയിടങ്ങളും കാണാമായിരുന്നു. പലതരം ചെടികളും മരങ്ങളും അവിടെയുണ്ടായിരുന്നു. ഈന്തപ്പനകളും ഹെന്നമരങ്ങളും ഒക്കെയുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു വഴിയായിരുന്നു അത്. പക്ഷെ നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ അതൊന്നുമല്ല. അവൻ അച്ഛനോട് ചോദിക്കുകയാണ്, എന്തിനാ സ്കൂളിൽ പോകുന്നത്? അവൻ അച്ഛനൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. ഞാനിനി അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല. അതിന്റെ അർത്ഥമെന്താണ്? സ്കൂളിൽ പോകുന്നത് ഒരു ശിക്ഷയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? അത് കേട്ട് അച്ഛൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കുകയല്ലല്ലോ. സ്കൂൾ ഒരു ശിക്ഷയല്ല. പിന്നെ അച്ഛൻ സ്കൂളിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളെ ഉപയോഗപ്രദമായ മനുഷ്യരാക്കി മാറ്റുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ. നിങ്ങൾക്കും വലുതാകണ്ടേ? അച്ഛൻ ചോദിച്ചു. അപ്പോൾ സ്കൂൾ എങ്ങനെയുള്ള സ്ഥലമാണ്? നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റുന്ന ഒരു സ്ഥലം. പക്ഷെ നമ്മുടെ കുട്ടിക്ക് അതത്ര ബോധ്യമായില്ല. വീട്ടിലെ സ്നേഹത്തിൽ നിന്നും തന്നെ പറിച്ചെടുത്ത് ഈ കെട്ടിടത്തിലേക്ക് എറിയുന്നതിൽ ഒരു നല്ല കാര്യവുമുണ്ടെന്ന് അവന് തോന്നിയില്ല. ദൂരെ നിന്ന് സ്കൂൾ കണ്ടപ്പോൾ അവനൊരു ഭയം തോന്നി. വലിയ മതിലുകളുള്ള ഒരു കോട്ട പോലെയാണ് അവന് തോന്നിയത്. വളരെ ഗൗരവമുള്ള ഭീകരമായൊരു കോട്ട. അവർ ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോൾ വലിയൊരു മുറ്റം കണ്ടു. അവിടെ നിറയെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോഴച്ഛൻ പറഞ്ഞു, നീ തനിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. നീ അവരുടെ കൂടെ ചേർന്നോളൂ. മുഖത്തൊരു ചിരി വേണം. നീ മറ്റുള്ളവർക്കൊരു മാതൃകയാവണം. അച്ഛൻ അവനെ ധൈര്യപ്പെടുത്തുകയാണ്. അവൻ മടിച്ചു നിന്നു. അവൻ അച്ഛന്റെ കയ്യിൽ കൂടുതൽ മുറുകെ പിടിച്ചു. പക്ഷെ അച്ഛൻ പതുക്കെ അവനെ തള്ളിമാറ്റി. എന്നിട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ. ഇന്നാണ് നീ യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നത്. സ്കൂൾ വിടുമ്പോൾ ഞാൻ നിന്നെ ഇവിടെ കാത്തുനിൽക്കും. ഇത് കേട്ടപ്പോൾ അവന് കുറച്ച് സമാധാനമായി കാണും അല്ലേ? അവൻ കുറച്ച് ചുവടുകൾ മുന്നോട്ട് വെച്ചു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. പിന്നെ അവന്റെ കാഴ്ചയിലേക്ക് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മുഖങ്ങൾ വന്നു. അവനിൽ ആരുടെയും മുഖം പരിചയമില്ലായിരുന്നു. അവർക്കാർക്കും അവനെയും അറിയില്ല. വഴി തെറ്റിപ്പോയ ഒരു അപരിചിതനെ പോലെ അവന് തോന്നി. പക്ഷെ ചിലർ അവനെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഒരാൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, നിന്നെ ആരാണ് കൊണ്ടുവന്നത്? എന്റെ അച്ഛൻ, അവൻ പതിയെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി വളരെ നിസ്സാരമായി പറഞ്ഞു, എന്റെ അച്ഛൻ മരിച്ചുപോയി. അത് കേട്ട് എന്തു പറയണമെന്ന് അവനറിയില്ല. പെട്ടെന്ന് ഗേറ്റ് അടഞ്ഞു. അതൊരു ദയനീയമായ കരച്ചിൽ പോലെ തോന്നി. ചില കുട്ടികൾ കരയാൻ തുടങ്ങി. അപ്പോൾ ബെല്ലടിച്ചു. ഒരു സ്ത്രീയും അവരുടെ പിന്നാലെ കുറച്ച് പുരുഷന്മാരും വന്നു. അവർ കുട്ടികളെ വരിവരിയായി നിർത്താൻ തുടങ്ങി. ആ സ്ത്രീ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഇവിടെയും അമ്മമാരും അച്ഛന്മാരുമുണ്ട്. അറിവിനും ജീവിതത്തിനും സന്തോഷകരമായ പ്രയോജനകരമായ എല്ലാം ഇവിടെയുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കൂ. ജീവിതത്തെ സന്തോഷത്തോടെ നേരിടൂ. ആ സ്ത്രീയുടെ വാക്കുകൾ കുട്ടികൾക്ക് ആശ്വാസം നൽകി. അങ്ങനെ അവരാ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു. ആ പൊരുത്തപ്പെടൽ അവർക്ക് ഒരുതരം സംതൃപ്തി നൽകി. ജീവനുള്ളവയ്ക്ക് മറ്റു ജീവികളോട് ഒരാകർഷണം തോന്നുമല്ലോ. ആദ്യ നിമിഷം മുതൽ
അവന്റെ ഹൃദയം ചില ആൺകുട്ടികളുമായി ചങ്ങാത്തത്തിലായി. ചില പെൺകുട്ടികളോട് അവന് സ്നേഹവും തോന്നി തുടങ്ങി. അപ്പോൾ അവന് തോന്നി തന്റെ പേടികളെല്ലാം വെറുതെയായിരുന്നുവെന്ന്. സ്കൂളിൽ എത്രയധികം വൈവിധ്യങ്ങളുണ്ടാകുമെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. അവർ പലതരം കളികളിൽ ഏർപ്പെട്ടു. ഊഞ്ഞാലാട്ടം, വോൾട്ടിംഗ് ഹോഴ്സ്, പന്തുകളികൾ, അങ്ങനെ പലതും. മ്യൂസിക് റൂമിൽ വെച്ച് അവരവരുടെ ആദ്യത്തെ പാട്ട് പാടി. അവർ ആദ്യമായി ഭാഷ പഠിക്കാൻ തുടങ്ങി. അവർ ഭൂമിയുടെ ഒരു ഗ്ലോബ് കണ്ടു. അത് കറങ്ങുമ്പോൾ പല ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും കാണാമായിരുന്നു. അവർ അക്കങ്ങൾ പഠിക്കാൻ തുടങ്ങി. അവർ രുചികരമായ ഭക്ഷണം കഴിച്ചു, കുറച്ചുനേരം ഉറങ്ങി, വീണ്ടും കളിക്കാനും പഠിക്കാനും സ്നേഹിക്കാനുമൊക്കെയായി ഉണർന്നു. അവരുടെ പാത അവർക്കു മുന്നിൽ തെളിഞ്ഞു വന്നപ്പോൾ അതത്ര മധുരമുള്ളതും തെളിഞ്ഞതുമായിരുന്നില്ല. പൊടി നിറഞ്ഞ കാറ്റും അപ്രതീക്ഷിത അപകടങ്ങളും പെട്ടെന്ന് സംഭവിക്കാം. അതിനാൽ അവർ ശ്രദ്ധാലുക്കളും ക്ഷമയുള്ളവരുമായിരിക്കണം. എപ്പോഴും കളിച്ചും ചിരിച്ചും നടക്കാൻ പറ്റില്ലായിരുന്നു. മത്സരങ്ങൾ വേദനയും വിദ്വേഷവും ഉണ്ടാക്കി. ചിലപ്പോൾ അത് വഴക്കുകളിലും അവസാനിച്ചു. അവരെ സ്വാഗതം ചെയ്ത ആ സ്ത്രീ ചിലപ്പോൾ ചിരിക്കും, പക്ഷെ പലപ്പോഴും അവർ ദേഷ്യപ്പെടുകയും വഴക്കു പറയുകയും ചെയ്യുമായിരുന്നു. അതിലുപരി അവർ കുട്ടികളെ അടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്കൂൾ ജീവിതമെന്നത് സന്തോഷം മാത്രം നിറഞ്ഞതല്ല, അല്ലേ? അവിടെയും പ്രശ്നങ്ങളുണ്ട്. ദിവസം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ബെല്ലടിച്ചു. കുട്ടിക്കൂട്ടം ഗേറ്റിലേക്ക് പാഞ്ഞു. ഗേറ്റ് വീണ്ടും തുറന്നു. അവൻ കൂട്ടുകാരോടും പ്രിയപ്പെട്ടവരോടും യാത്ര പറഞ്ഞു. അവൻ ഗേറ്റിന് പുറത്തിറങ്ങി. അവൻ ചുറ്റും നോക്കി. പക്ഷെ അവന്റെ അച്ഛനെ അവിടെയെങ്ങും കണ്ടില്ല. അച്ഛൻ വരുമെന്ന് വാക്ക് തന്നിരുന്നതല്ലേ? അവന് സങ്കടമായി. അവൻ കാത്തുനിൽക്കാനായി ഒരു വശത്തേക്ക് മാറി നിന്നു. ഒരുപാട് നേരം കാത്തുനിന്നിട്ടും ഫലമുണ്ടായില്ല. അവൻ തനിയെ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അവൻ കുറച്ചടി മുന്നോട്ട് വെച്ചപ്പോൾ ഒരു മധ്യവയസ്കൻ അവന്റെ അരികിലൂടെ കടന്നുപോയി. അവനെ കണ്ടപ്പോൾ നമ്മുടെ കഥാനായകന് മനസ്സിലായി തനിക്ക് ഇയാളെ അറിയാമെന്ന്. അയാൾ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അവന്റെ കയ്യിൽ പിടിച്ചു കുലുക്കി. എന്നിട്ട് പറഞ്ഞു, "നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, സുഖാണോ?" അവൻ തലയാട്ടിക്കൊണ്ടത് സമ്മതിച്ചു. എന്നിട്ട് തിരിച്ചു ചോദിച്ചു, "താങ്കൾക്ക് സുഖമാണോ?" "നീ കാണുന്നതുപോലെ അത്ര സുഖമൊന്നുമില്ല, ദൈവത്തിന് സ്തുതി." അയാൾ വീണ്ടും അവന്റെ കയ്യിൽ കുലുക്കിയിട്ട് നടന്നുപോയി. അവൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവൻ ഞെട്ടിനിന്നുപോയി. ദൈവമേ, പൂന്തോട്ടങ്ങൾ നിറഞ്ഞ ആ തെരുവെവിടെ? അതെവിടെ അപ്രത്യക്ഷമായി? എപ്പോഴാണ് ഇത്രയധികം വാഹനങ്ങൾ ഈ വഴിയിലേക്ക് വന്നത്? എപ്പോഴാണ് ഇത്രയധികം മനുഷ്യർ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്? എങ്ങനെയാണ് ഈ മാലിന്യകൂമ്പാരങ്ങൾ വഴിയരികിൽ വന്നത്? ആ വയലുകളൊക്കെ എവിടെ പോയി? അവന്റെ മനസ്സാകെ കുഴപ്പത്തിലായി. ഉയർന്ന കെട്ടിടങ്ങൾ ആ പ്രദേശം കീഴടക്കിയിരിക്കുന്നു. തെരുവ് കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അസ്വസ്ഥമാക്കുന്ന ശബ്ദങ്ങൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നു. ഒരു സർക്കസിന്റെ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ടുള്ളൊരു ബാൻഡ് വരുന്നുണ്ടായിരുന്നു. കോമാളികളും ഭാരമുയർത്തുന്നവരും മുന്നിൽ നടക്കുന്നുണ്ട്. സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്പുകളെയും വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകളുടെ ഒരു നിര മെല്ലെ നീങ്ങുന്നു. ഒരു ഫയർ എഞ്ചിന്റെ സൈറൺ മുഴുങ്ങുന്നുണ്ടായിരുന്നു. ആളിപ്പടരുന്ന തീയണയ്ക്കാൻ ആ വാഹനത്തിനെങ്ങനെ വഴി കിട്ടുമെന്ന് വ്യക്തമായിരുന്നില്ല. ഒരു ടാക്സി ഡ്രൈവറും യാത്രക്കാരനും തമ്മിൽ വഴക്കി നടക്കുന്നു. യാത്രക്കാരന്റെ ഭാര്യ സഹായത്തിനായി നിലവിളിക്കുന്നു. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തൊരു ഭീകരമായ അവസ്ഥ! ദൈവമേ, അവനൊരു മയക്കത്തിലായിരുന്നു. അവന്റെ തല കറങ്ങി. അവന് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി. ഇതെല്ലാം എങ്ങനെയാണ് ഒരു ഹാഫ് എ ഡേ കൊണ്ട് സംഭവിക്കുന്നത്? പുലർച്ചെ മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം കൊണ്ട് ഇത്രയും മാറ്റങ്ങളോ? ഇതിന്റെ ഉത്തരം അച്ഛന്റെ കൂടെ വീട്ടിലെത്തിയാൽ കിട്ടുമായിരിക്കും. പക്ഷേ എവിടെയാണ് അവന്റെ വീട്? അവന് കാണാൻ കഴിയുന്നത് ഉയരമുള്ള കെട്ടിടങ്ങളും മനുഷ്യരുടെ കൂട്ടവും മാത്രമാണ്. അവൻ പൂന്തോട്ടങ്ങൾക്കും അബൂഖൊദയ്ക്കും ഇടയിലുള്ള കവലയിലേക്ക് വേഗത്തിൽ നടന്നു. അബൂഖൊദ മുറികടക്കണമെന്നാണ് അവന് വീട്ടിലെത്താൻ. പക്ഷെ കാറുകളുടെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല. ഫയർ എഞ്ചിന്റെ സൈറൺ ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ടെങ്കിലും അതൊരൊച്ചിന്റെ വേഗത്തിലാണ് നീങ്ങുന്നത്. അവൻ സ്വയം പറഞ്ഞു, തീ അതിന് തിന്നാൻ കിട്ടിയതിനെ ആസ്വദിക്കട്ടെ. അവൻ ദേഷ്യത്തോടെ ചിന്തിച്ചു, എപ്പോഴാണ് എനിക്ക് ഈ റോഡ് മുറിക്കടക്കാൻ കഴിയുക എന്ന്. അവൻ അവിടെ ഒരുപാട് നേരം നിന്നു. അപ്പോൾ ആ മൂലയിലുള്ള ഇസ്തിരിക്കടയിൽ ഒരു കൊച്ചുകുട്ടി അവന്റെ അടുത്തേക്ക് വന്നു. അവൻ തന്റെ കൈ നീട്ടിയിട്ട് ധൈര്യത്തോടെ പറഞ്ഞു, "മുത്തച്ഛ, ഞാൻ അപ്പുറം കടത്തിവിടാം." പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8000666363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.